Hi dears, welcome to Entrepreneurship Online class. Today we are discussing Block 2 Business Idea and Feasibility and Unit 7 Business Plan Preparation. എൻ്റർപ്രണർഷിപ്പിൽ സെക്കൻഡ് ബ്ലോക്കിൽ മൊത്തം നമ്മൾ ബിസിനസ് ഐഡിയാസിനെ കുറിച്ചും ആ ബിസിനസ് ഐഡിയ സെലക്ഷൻ, പ്ലാൻ പ്രിപ്പറേഷൻ, പ്ലാനിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഹെഡിങ്ങിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ബിസിനസ് ഐഡിയ ആൻഡ് ഫീസിബിലിറ്റി. അതിൽ ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് നമ്മളുടെ യൂണിറ്റ് 7. Business plan simply means a roadmap relating to the strategies adopted by an entrepreneur. That means how we can achieve our objectives. ഓരോ എൻ്റർപ്രണർക്കും അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അവർ മുൻകൂട്ടി തീരുമാനിച്ച കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തെല്ലാം സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണം, എന്തെല്ലാം വർക്കുകൾ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ മുൻകൂട്ടി നമ്മൾ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമ്മൾക്ക് ആ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്ന സമയത്ത് യാതൊരു സംശയങ്ങളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്മൂത്തായിട്ട് നമ്മൾക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ബിസിനസ് പ്ലാനിൽ ഇറ്റ് ഇൻക്ലൂഡ് ആൾ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എലമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ ബിസിനസ് ആൻഡ് ദ എൻ്റർപ്രണർ പ്രിപ്പയേഴ്സ് ഇറ്റ് ആസ് എ റിട്ടേൺ ഡോക്യുമെൻറ്റ്. കൃത്യമായി നമ്മളുടെ ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും, അതായത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, ആ എലമെൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കും. അത് ഒരു എൻ്റർപ്രണർ വ്യക്തമായി എഴുതി തയ്യാറാക്കിയ ഒരു പ്ലാനാണ്. അതിലെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മുടെ സ്ഥാപനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അത് ഷോർട്ട് ടേം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആവാം. നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യണം റിലേറ്റിംഗ് ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഫിനാൻസിങ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും എല്ലാ ആക്ടിവിറ്റീസിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ്, റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് പ്ലാനിൽ നമ്മൾ കുറേ ആൻസറുകൾ കണ്ടുപിടിക്കുകയാണ്. ആൻസറുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ്റർപ്രണർ ഫേസ് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് ലൈഫിൽ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ് നമ്മൾ ഈ ബിസിനസ് പ്ലാനിൽ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസിനുള്ളതായിരിക്കും? വേർ ആം ഐ നൗ, അതായത് നമ്മൾ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്, പ്രസൻറ്റ് പൊസിഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിംഗ്. ദെൻ വേർ ആം ഐ ഗോയിങ്, നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് നമ്മളുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്താണ്, ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, നമ്മൾക്ക് എവിടെ എത്തണം, ആൻഡ് ഹൗ വി ക്യാൻ ഗോ, നമ്മൾക്ക് എങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പോകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇത്തരം ക്വസ്റ്റ്യൻസിനെല്ലാം ഉള്ളൊരു സ്റ്റാൻഡിങ് ആൻസറാണ് നമ്മളുടെ ബിസിനസ് പ്ലാൻ. അപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു എൻ്റർപ്രണർ കൃത്യമായി എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും അതുപോലെ എന്തൊക്കെ പർപ്പസസ് ആണോ നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്, എന്തൊക്കെയാണ് ലഭിക്കണമെന്ന് ലക്ഷ്യമാക്കുന്നത്, അതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആയിരിക്കണം എൻ്റർപ്രണർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നമ്മൾ ഏത് സെഗ്മെൻ്റ് ആണോ, ടോട്ടൽ മാർക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു സെഗ്മെൻ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം സ്ട്രാറ്റജീസ് ആണോ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് ബിസിനസ് പ്ലാൻ. അപ്പോൾ ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. പ്രധാനമായി കുറേ ഫീച്ചേഴ്സ് ഇതിന് നിർബന്ധമായി നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഈ പ്ലാനിൽ ഇല്ലേ എന്ന് നോക്കണം. ഏറ്റവും ആദ്യമായി ഇറ്റ് ഷുഡ് ഗിവ് എ ക്ലിയർ പിക്ചർ അബൌട്ട് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓഫേർഡ് ടു ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്.
ബിസിനസ് പ്ലാൻ എല്ലായ്പ്പോഴും എന്തിനുള്ള ഉത്തരമായിരിക്കണം? നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ ചെയ്യുന്ന, നമ്മൾ സെലക്ട് ചെയ്ത ഡിസയേർഡ് മാർക്കറ്റിലേക്ക് നമ്മൾ വിതരണം ചെയ്യാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നൽകാൻ പോകുന്ന സർവീസ്, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും നൽകുന്നതായിരിക്കണം. അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ ബിസിനസ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. രണ്ടാമതായി പറയുന്നത് ഇറ്റ് ഷുഡ് പ്രോപ്പർ ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ഓഫ് മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റിൽ സ്വാധീനമുള്ള കുറേ ഫോഴ്സസ് ഉണ്ട്. മാർക്കറ്റിൽ നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസൈൻ ചെയ്താൽ പോരാ, അത് മാർക്കറ്റിൽ സക്സസ് ആവണമെങ്കിൽ ആ ആക്ടിവിറ്റീസിനെ സ്വാധീനിക്കുന്ന വേറെയും ചില ആളുകളുണ്ട് എൻ്റർപ്രണർക്ക് പുറമെ. ആരൊക്കെയാണ്? കോമ്പറ്റേറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, അതുപോലെ മാർക്കറ്റിലുള്ള സപ്ലയേഴ്സ്. ഇവരെല്ലാം നമ്മളുടെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ അവരെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നൽകുന്നതായിരിക്കണം നമ്മളുടെ ബിസിനസ് പ്ലാൻ. അവരെ നമ്മൾ ശ്രദ്ധിക്കണം, അവർക്കനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാൻ കഴിയണം. ദെൻ മൂന്നാമതായി പറയുന്നത് ഇറ്റ് ഷുഡ് ഗിവ് ഡാറ്റ റിഗാർഡിംഗ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. അതായത് നമ്മൾക്ക് ഭാവിയിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം. അപ്പോൾ സെയിൽ ഫോർകാസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ മുൻകൂട്ടി പ്രവചിക്കുകയാണ് എത്ര സെയിൽസ് നമ്മൾ എത്തിച്ചേരണം, ഏത് ലെവലിലേക്ക് എത്തിച്ചേരണം. ആ സെയിൽസ് ഫോർകാസ്റ്റിങ്ങിനെ കൃത്യമായി ക്ലോസ് ടു റിയൽ ആക്കി വെക്കാൻ നമ്മളെ ബിസിനസ് പ്ലാൻ സഹായിക്കുന്നു. അതായത് ആക്ച്വലി നമ്മൾ ബിസിനസ് പെർഫോം ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ സെയിൽസിൻ്റെ എമൗണ്ടും നമ്മളുടെ സെയിൽസ് ഫോർകാസ്റ്റും ഏകദേശം ഒരുപോലെയാവാൻ നമ്മളെ ബിസിനസ് പ്ലാൻ സഹായിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ബിസിനസ് പ്ലാനിലുണ്ട്. അപ്പം നമ്മളുടെ ആ വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഏകദേശം എത്ര രൂപയുടെ സെയിൽസിൽ എത്തിച്ചേരാമെന്ന് നമ്മൾക്ക് കൃത്യമായി ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയും നല്ലൊരു ബിസിനസ് പ്ലാൻ ആണെങ്കിൽ. അപ്പോൾ അത് റിയൽ സെയിൽസുമായി ഏകദേശം റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്തിരിക്കാൻ പറ്റും. ഇത്ര രൂപയുടെ റവന്യൂ ഉണ്ടാവും, ഇത്ര രൂപയുടെ കോസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി വെക്കാൻ നമ്മളെ ഈ പ്ലാൻ സഹായിക്കുന്നുണ്ട്. ദെൻ അടുത്തതായി പറയുന്നത് എക്സിബിറ്റ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്രപ്പോസ്ഡ് മാർക്കറ്റ് ഓഫറിങ്സ്. നമ്മളുടെ മാർക്കറ്റ് ഓഫറിങ്സ്, അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ യുണീക്ക് USP ഉണ്ടായിരിക്കും, യുണീക്ക് ഒരു സെല്ലിംഗ് പ്രപ്പോസിഷൻ. അപ്പോൾ ആ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ നമ്മൾ കൃത്യമായി ഫോം ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ നമ്മൾ ആ കൃത്യമായി നമ്മളുടെ പ്രപ്പോസ്ഡ് സ്ട്രാറ്റജി ഉണ്ടാവും. നമ്മൾക്കൊരു മാർക്കറ്റിലേക്ക്, നമ്മൾ ഏത് മാർക്കറ്റ് സെഗ്മെൻ്റ് ആണോ ലക്ഷ്യം വെക്കുന്നത് അതിലേക്ക് എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ മാർക്കറ്റിൻ്റെ സവിശേഷതകൾ, ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ആ മാർക്കറ്റിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാനും അവിടെ നമ്മൾക്കൊരു യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുവാനും നമ്മളുടെ പ്ലാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പ്ലാനിൽ അത് പറയുന്നുണ്ടായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്ത മാർക്കറ്റ് സെഗ്മെൻറ്റ് എങ്ങനെയുള്ളതാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ബിസിനസ് പ്ലാനിൽ കൃത്യമായി പറയുന്നുണ്ടായിരിക്കും. ദെൻ ഇറ്റ് ഷുഡ് ക്ലിയർലി സ്റ്റേറ്റ് ദ റിക്വയർഡ് സ്ട്രാറ്റജി ടു ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ. അപ്പോൾ നമ്മൾ വെറുതെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ നമ്മൾക്ക് കുറേ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് റിക്വയർഡ് സ്ട്രാറ്റജി, നമ്മളുടെ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഏത് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള സൂചനകളും നമ്മളുടെ ബിസിനസ് പ്ലാൻ എൻ്റർപ്രണേഴ്സിന് നൽകുന്നുണ്ട്. Then it should include details of technical know-how to be acquired. നമ്മളുടെ പ്ലാൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ എന്ത് പ്ലാനാണ്, ഏത് രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ തീരുമാനിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് തരം സാങ്കേതിക വിദ്യയാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ ആ സാങ്കേതിക വിദ്യ നമ്മൾ ആദ്യം അക്വയർ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായ, നമ്മൾ അക്വയർ ചെയ്യേണ്ട നോഹൗ ഏതാണ് എന്നുള്ളത് ബിസിനസ് പ്ലാനിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും. ദെൻ
ലാസ്റ്റിൽ പറയുന്നത് ഇറ്റ് ഷുഡ് എക്സ്പ്രസ് വർക്കബിലിറ്റി ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രപ്പോസ്ഡ് ബിസിനസ്. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന നമ്മളുടെ ബിസിനസ്, പ്രപ്പോസ്ഡ് ബിസിനസ് ഉണ്ടല്ലോ, ആ ബിസിനസ്സിൽ നമ്മൾക്ക് എത്രമാത്രം ലാഭമുണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് വർക്കബിൾ ആണോ, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സക്സസ്സിന് സാധ്യതയുണ്ടോ, പ്രോഫിറ്റ് നേടാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകളെല്ലാം ബിസിനസ് പ്ലാൻ നമ്മൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, ഇത്രയും നമ്മൾക്ക് ആ ഒരു പ്ലാനിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഒരു എൻ്റർപ്രണർക്കാണെങ്കിലും അല്ലെങ്കിൽ ആ പ്ലാൻ വായിക്കുന്ന ആർക്കാണെങ്കിലും. അപ്പോൾ ഈ ഒരു ബിസിനസ് പ്ലാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്കുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇത്രയും വിശദമായി ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ അതിന് അത്യാവശ്യം ചിലവൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ വർക്ക് വരും, ഒരുപാട് ആളുകൾ നന്നായി ചിന്തിച്ച് പഠിച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിനു മാത്രം നേട്ടങ്ങൾ നമ്മൾക്കുണ്ടോ എന്ന് നോക്കണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കും. ഇത്ര രൂപ ചിലവാക്കിയാൽ അതിനനുസരിച്ചിട്ടുള്ള വരുമാനം അതിൽ നിന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷനിലൂടെ നമ്മൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി ഇപ്പോൾ നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞ ഫീച്ചറിൻ്റെ ബാക്കിയായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഹെൽപ്സ് ആൻ എൻ്റർപ്രണർ ടു അവോയ്ഡ് ഫെയിലിയർ പ്രൊജക്ട്. ഇപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞു വർക്കബിലിറ്റി അല്ലെങ്കിൽ ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ബിസിനസ് പ്ലാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പ്രൊജക്റ്റാണ് സക്സസ് ആവാൻ സാധ്യതയുള്ളത്, ഏത് പ്രൊജക്റ്റാണ് ഫെയിലർ ആവാൻ സാധ്യതയുള്ളത് എന്ന് ഒരു എൻ്റർപ്രണർക്ക് കൃത്യമായി ഒരു ബിസിനസ് പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പരാജയമാകും എന്നുള്ള ഒരു ബിസിനസ് പ്ലാൻ ആണെങ്കിൽ അത് ചെയ്ത് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ആ ഒരു പ്രൊജക്റ്റ് സ്വീകരിക്കാതിരിക്കലാണ്, ആ ബിസിനസ് ചെയ്യാതിരിക്കലാണ്. ചെയ്ത് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് ആ കാര്യം ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഫെയിലിയർ പ്രോജക്ട്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ എൻ്റർപ്രണേഴ്സിനെ നമ്മളുടെ ബിസിനസ് പ്ലാൻ സഹായിക്കുന്നുണ്ട്. ദെൻ രണ്ടാമതായി ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ വയബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് എ വെഞ്ചർ ഇൻ എ ഡെസിഗ്നേറ്റഡ് മാർക്കറ്റ്. നമ്മൾ ടാർഗറ്റായി തീരുമാനിക്കുന്ന ആ ഒരു മാർക്കറ്റിൽ നമ്മളുടെ ഈ പ്രൊജക്റ്റ് എത്രമാത്രം കേപ്പബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, അവിടെ അതിന് വയബിലിറ്റി ഉണ്ടാവുമോ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് നമ്മൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ പ്രൊജക്റ്റിൽ വരുത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ആ ഡെസിഗ്നേറ്റഡ് മാർക്കറ്റിൽ ഇതിന് കൃത്യമായി സക്സസ്സോടെ നിലനിൽക്കാൻ കഴിയുമോ എന്ന് നമ്മളുടെ മനസ്സിലാക്കാൻ, എൻ്റർപ്രണർക്ക് മനസ്സിലാക്കാൻ ബിസിനസ് പ്ലാൻ സഹായിക്കുന്നു. മൂന്നാമതായി പറയുന്നത് ഗൈഡൻസ് ടു എൻ്റർപ്രണേഴ്സ് ഇൻ ഓർഗനൈസിങ് പ്ലാനിങ് ആക്ടിവിറ്റീസ്. അവരുടെ പ്രവർത്തനങ്ങൾ, അതായത് അവരുടെ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു പ്ലാനിങ് പ്രോസസ്സിന് നമ്മുടെ എൻ്റർപ്രണേഴ്സിനെ സഹായിക്കുന്നു. അത് കൃത്യമായി പ്ലാൻ ചെയ്യാനുള്ള ഡാറ്റ നമ്മുടെ പ്ലാനിൽ, ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കും. Then it serves as a tool to obtain financing. പലപ്പോഴും ബിസിനസ്സിൽ എല്ലാ ഫണ്ടും എൻ്റർപ്രണർ ഒറ്റയ്ക്കായിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ബാങ്കുകളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ഡോക്യുമെൻ്റ് കാണിച്ചു കൊടുക്കാം. എന്താണ് നമ്മളുടെ പ്രൊജക്റ്റ്, എന്താണ് നമ്മുടെ പ്ലാൻ, എന്ത് ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എത്ര പ്രോഫിറ്റാണ് ലക്ഷ്യം വെക്കുന്നത്, എല്ലാ വിശദാംശങ്ങളും അതിലുണ്ടായിരിക്കും. നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, റിക്വയർഡ് ക്യാപിറ്റൽ എല്ലാം അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ഡോക്യുമെൻ്റ് ആണ് ബിസിനസ് പ്ലാൻ. അതിലൂടെ നമ്മൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വളരെ വേഗം നേടിയെടുക്കാൻ കഴിയുന്നു. ദെൻ അടുത്തതായി പറയുന്നത് it helps to find alliances if required to reach new market. നമ്മൾക്ക് പുതിയൊരു മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും അലയൻസുകൾ, റിലേഷൻസ് ആവശ്യമായി വരികയാണെങ്കിൽ ആ അലയൻസ് അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഈ ബിസിനസ് പ്ലാനാണ്. ദെൻ
അവർക്കും അത് നോക്കിയാൽ മനസ്സിലാക്കാം ഇത് എത്രമാത്രം പൊട്ടൻഷ്യലുള്ള പ്ലാൻ ആണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുമായി അലയൻസിന് ആരും പെട്ടെന്ന് തയ്യാറാവും. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then it helps to attract and employ top level and experienced employees and professionals. നമ്മൾക്ക് പുതിയൊരു വെഞ്ചർ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ പ്ലാൻ അത്രയും അട്രാക്റ്റീവ് പ്ലാൻ ആണെങ്കിൽ, അതായത് ടു ബി സക്സസ്ഫുൾ, അത് എന്തായാലും വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടോപ്പ് ലെവലിലുള്ള എംപ്ലോയീസിനെയും പ്രൊഫഷണൽസിനെയൊക്കെ നമ്മൾക്ക് വളരെ ഈസിയായി അക്വയർ ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. കാരണം നമ്മളുടെ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ബിസിനസ് പ്ലാനുമായി സഹകരിച്ചാൽ ലാഭമേ ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ ഇത് അത്രയും എഫക്റ്റീവായ ഒരു പ്ലാൻ ആണ് എന്ന് അവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുമായി സഹകരിക്കാൻ ഏത് ടോപ്പ് പ്രൊഫഷണൽസ് ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ് ആണെങ്കിലും റെഡിയാവും. അപ്പോൾ അതിനും അവരെ നേടിയെടുക്കാനും നമ്മളുടെ ബിസിനസ് പ്ലാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ഷോർട്ട്, ബിസിനസ് പ്ലാൻ റെഫേഴ്സ് ടു എ റോഡ് മാപ്പ് റിലേറ്റിംഗ് ടു ദ ആക്ടിവിറ്റീസ് ടു ബി ഡൺ ഓർ പെർഫോംഡ് ബൈ ആൻ എൻ്റർപ്രണർ ഫോർ മീറ്റിംഗ് ദർ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് വെദർ ഇറ്റ് മേ ബി ഷോർട്ട് ടേം ഓർ ലോങ് ടേം. അപ്പോൾ ഒരു എൻ്റർപ്രണർക്ക് തൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് താൻ ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രീ പ്ലാൻ, മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് ബിസിനസ് പ്ലാൻ. നെക്സ്റ്റ് ടോപ്പിക്, റിക്വസിറ്റ്സ് ഓഫ് എ ബിസിനസ് പ്ലാൻ. ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ ആണെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റർപ്രണറുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് ഹൂ ആർ ദ ഓഡിയൻസ്. നമ്മൾ ഈ ബിസിനസ് പ്ലാൻ ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഹൂ ആർ ദ റീഡേഴ്സ് ഓഫ് ദ പ്ലാൻ. നമ്മൾ ആർക്കൊക്കെയാണ് ഇത് വായിക്കാൻ കൊടുക്കുന്നത്? നോർമലി ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി റീഡ് ബൈ എംപ്ലോയീസ്, ഇൻവെസ്റ്റേഴ്സ്, ബാങ്കേഴ്സ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, അഡ്വൈസേഴ്സ് ആൻഡ് കൺസൾട്ടൻസ്. നമ്മുടെ ബിസിനസ്സുമായി പല രീതിയിൽ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഇത്രയും ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് നമ്മളുടെ ബിസിനസ് പ്ലാൻ സാധാരണയായി വായിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്കൊക്കെയാണ് ഗുണം. അവരാണ് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇവരുടെ ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് പലതരത്തിലായിരിക്കും. ഓരോ ആളുകളും പ്ലാൻ വായിക്കുന്നത് അവരുടെ ലക്ഷ്യത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദ എൻ്റർപ്രണർ ഹാസ് ടു കൺസിഡർ ആൾ ദ വ്യൂ പോയിന്റ്സ് ഓഫ് ദീസ് ടാർഗറ്റഡ് ഓഡിയൻസ്. നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിയാണ് ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒക്കെ ലക്ഷ്യങ്ങൾ എന്താണ്? അതല്ലാതെ എൻ്റർപ്രണർ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. ഈ ആളുകളെല്ലാം ഇത് വായിക്കുന്നതാണ്. അപ്പോൾ അവരുടെ വ്യൂ പോയിന്റ് എന്തായിരിക്കും? അവർക്ക് എന്തൊക്കെ ഇൻഫർമേഷനാണ് അറിയേണ്ടത്? ആ ഡാറ്റ എല്ലാം ഇതിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ ചിന്തിക്കണം. ഇപ്പോൾ എംപ്ലോയീസിനാണെങ്കിൽ നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഈ ഒരു സ്ഥാപനത്തിൽ സസ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചറിന് അത് അനുകൂലമായിരിക്കുമോ? അതല്ല, ഈ ഒരു സ്ഥാപനത്തിൽ ഇതിൻ്റെ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതൊരു അധികകാലം നിലനിൽക്കുന്നതാവില്ല, അപ്പോൾ ഇവരുമായി നമ്മൾ സഹകരിക്കണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതായിരിക്കും എംപ്ലോയീസിൻ്റെ ലക്ഷ്യം. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് സാധ്യതകളെക്കുറിച്ചും അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനെ കുറിച്ചുമൊക്കെ ആവും അറിയേണ്ടത്. അപ്പം നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ബിസിനസ് വെഞ്ചറിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ക്യാപിറ്റൽ ഔട്ട്ലേ എത്രയാണ്, അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്, പ്രോഫിറ്റബിലിറ്റി ചാൻസ് എത്രയാണ്, അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിന് അറിയേണ്ടത്. ബാങ്കേഴ്സിന് അറിയേണ്ടത് ക്രെഡിബിലിറ്റി. നമ്മൾ ഈ സ്ഥാപനത്തിന് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരിൽ നിന്ന് തിരിച്ചു കിട്ടാനുള്ള സാധ്യത എത്രയാണ്, അത്തരം ഡീറ്റെയിൽസ് ആവും ബാങ്കേഴ്സിന് അറിയേണ്ടത്. ദെൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ ബിസിനസ് തുടങ്ങാനുള്ള ആ കപ്പാസിറ്റി, അവരുടെ ആശയത്തിനാണ് അവർ ക്യാപിറ്റൽ കൊടുക്കുന്നത്. അതല്ലാതെ വേറൊരു സെക്യൂരിറ്റിയും സ്വീകരിക്കാതെ അവരുടെ ഒരു ബിസിനസ് പ്ലാനിന്, ആ ഐഡിയയ്ക്കാണ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഐഡിയയെ വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് പ്ലാനിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ നമ്മളുടെ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, അഡ്വർടൈസേഴ്സ്, കൺസൾട്ടൻസ്, ഇവർക്കെല്ലാം നമ്മൾ പുതിയതായി ഓഫർ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്
അല്ലെങ്കിൽ ആ സർവീസ് അതെങ്ങനെയുള്ളതാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് ഏത് ടേംസിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിരിക്കും ഇവർക്കൊക്കെ താല്പര്യം. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ രീതിയിലുള്ള കൺസേൺ ആണ് നമ്മളുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചുള്ളത്. അപ്പോൾ ബിസിനസ് പ്ലാനിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന വിവരങ്ങൾ പല തരത്തിലുള്ളതാണ്. അപ്പോൾ ഇവരെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ എൻട്രപ്രണർ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റേജിൽ ഏതെങ്കിലും ഒരു ഡാറ്റ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എൻട്രപ്രണർക്ക് ഒറ്റയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ ഏജൻസീസിൻ്റെ സഹായം നേടാം. ഇപ്പോൾ ഫിനാൻസിങ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്റ്റ് ഐഡിയ അതല്ലെങ്കിൽ ആ ബിസിനസ് പ്ലാനിൽ ആ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ ഏജൻസീസിൻ്റെ അസിസ്റ്റൻസ് നേടാം. അപ്പോൾ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ 3 പെർസ്പെക്റ്റീവാണ് നമ്മുടെ എൻട്രപ്രണർ കൺസിഡർ ചെയ്യേണ്ടത്. അദ്ദേഹം 3 ആളുകൾ അതിനെ നോക്കിക്കാണുന്ന രീതിയിൽ നമ്മുടെ ബിസിനസ്സിനെ വ്യൂ ചെയ്ത് വേണം പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ. ഏറ്റവും ആദ്യമായിട്ട് ആരുടെ കാഴ്ചപ്പാടാണ്? പെർസ്പെക്റ്റീവ് ഓഫ് എൻട്രപ്രണർ ഹിംസെൽഫ്. ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ഐഡിയ കൊണ്ടുവന്ന് ബിസിനസ് നടത്തുന്നത് എൻട്രപ്രണറാണ്. അപ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, എന്ത് പ്രൊഡക്റ്റാണ് ഓഫർ ചെയ്യേണ്ടത്, എന്ത് സർവീസാണ് ഓഫർ ചെയ്യേണ്ടത്, ഏത് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് പെർഫോം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻട്രപ്രണർക്ക് ഉറപ്പുവരുത്തണം. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഉറപ്പുവരുത്തണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം. അപ്പോൾ എൻട്രപ്രണർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. രണ്ടാമതായി മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവാണ്. അപ്പം നമ്മൾ ഈ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു ഡിസയേർഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സെലക്റ്റഡ് സെഗ്മെൻറ്റിലേക്കാണ് ഓഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ മാർക്കറ്റിംഗ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഹി മസ്റ്റ് കൺസിഡർ ഓൺലി ദ പ്രോഡക്റ്റ് ഓർ ടെക്നോളജി ആൻഡ് നോട്ട് വെദർ സംവൺ വുഡ് ബൈ ഇറ്റ്. സാധാരണയായി എൻട്രപ്രണേഴ്സിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണമാണ് പറയുന്നത്. കാരണം അവർ ആ പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഫീച്ചറിനെ കുറിച്ച് മാത്രം നോക്കിക്കൊണ്ട് പ്രൊഡക്റ്റോ സർവീസോ ഓഫർ ചെയ്താൽ ഒരു എൻട്രപ്രണർക്ക് സക്സസ് ഉണ്ടാവില്ല. മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഓഫർ ചെയ്താൽ അത് വാങ്ങിക്കാൻ ആളുണ്ടാവുമോ എന്ന് നോക്കണം. നമ്മളുടെ പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സിൻ്റെ ആക്സെപ്റ്റബിലിറ്റി കിട്ടുമോ, അവരത് സ്വീകരിക്കുമോ, ആരാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പോൾ മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നത് മാത്രമല്ല, അവിടെ അതിന് സ്വീകാര്യത ലഭിക്കുമോ എന്നുകൂടി നമ്മളുടെ എൻട്രപ്രണർ കൺസിഡർ ചെയ്യണം. ദെൻ അതായത് ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ മെയിനായിട്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച് ചിന്തിക്കണം. അതാണ് ആരാണ് പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്ന് ആലോചിക്കണം എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് പ്രാധാന്യം കൊടുക്കണം, അവരെ കുറിച്ചുകൂടി പരിഗണിക്കണം. ദെൻ മൂന്നാമത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ബിസിനസ് പ്ലാനിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബിസിനസ്സിൻ്റെ സക്സസ്, അതിൻ്റെ ആ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മുടെ പ്ലാൻ നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോഴാണ് പ്രോപ്പർ ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ ഹെൽപ്പൊക്കെ സ്വീകരിക്കാം. ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷനിൽ എൻട്രപ്രണർക്ക് ഒറ്റയ്ക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഔട്ട്സൈഡ് ഏജൻസികളുടെ സഹായവും സ്വീകരിക്കാവുന്നതാണ്. ഇനി ഈ 3 പെർസ്പെക്റ്റീവും നോക്കിക്കൊണ്ട് നമ്മളൊരു പ്ലാന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ കുറേ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്തൊക്കെ ചോദ്യങ്ങളാണ് നോക്കി നോക്കൂ. ഡസ് ദ ഐഡിയ മേക്ക് സെൻസ്? നമ്മൾ ഈ സെലക്ട് ചെയ്ത ബിസിനസ് ഐഡിയയ്ക്ക് എന്തെങ്കിലും സെൻസ് ഉണ്ടോ? വിൽ ഇറ്റ് വർക്ക്? അത് കൃത്യമായി നടപ്പിലാക്കാൻ നമ്മൾക്ക് കഴിയുമോ? ഹൂ ഈസ് മൈ കസ്റ്റമർ? ആരാണ് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്ന നമ്മളുടെ കസ്റ്റമർ ആരായിരിക്കും? ഡസ് ഇറ്റ് സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ്സ്? അപ്പോൾ നമ്മളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മളുടെ ഈ ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റിനെ കൊണ്ടോ സർവീസിനെ കൊണ്ടോ കഴിയുമോ?
Then what kind of protection can I get against imitation by competitors? നമ്മളുടെ പ്രൊഡക്റ്റ് ഇതേപോലെ കോമ്പറ്റേറ്റേഴ്സ് അനുകരിക്കാതിരിക്കാൻ നമ്മൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ ടൂളാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്? ക്യാൻ ഐ മാനേജ് സച്ച് എ ബിസിനസ്? ഇത്രയും നല്ല ആശയങ്ങളൊക്കെ ആയിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ അത് മാനേജ് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയുമോ? അതേപോലെ തന്നെ ഹും വിൽ ഐ കോമ്പീറ്റ് വിത്ത്? ആരോടാണ് എനിക്ക് മത്സരിക്കേണ്ടി വരിക? അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തിനെ റിലേറ്റ് ചെയ്യുന്നതാണ്? സെൽഫ് ഇവാലുവേഷൻ ഓഫ് എൻട്രപ്രണേഴ്സ്. അപ്പോൾ ഇതിനെല്ലാമുള്ള ഒരു ആൻസർ ബുക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും യാതൊരു ഭീതിയുമില്ലാതെ കൃത്യമായി അവനവൻ്റെ പ്രവർത്തനങ്ങൾ പെർഫോം ചെയ്യാൻ ഒരു എൻട്രപ്രണർക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ആ രീതിയിലാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ബിസിനസ് പ്ലാൻ എഴുതി തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ ഒരു എൻട്രപ്രണർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കാം പ്രിപ്പയർ ചെയ്യുന്നത്. അതല്ല, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി പ്രിപ്പയർ ചെയ്യാം. പക്ഷേ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ആളുകൾ, നമ്മൾ കുറേ പേരുടെ പേര് പറഞ്ഞു, ഇവരെല്ലാം അത് വായിക്കേണ്ടവരാണ്, അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് കരുതിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും മാർക്കറ്ററുടെ സ്വന്തമായിട്ടുമുള്ള പെർസ്പെക്റ്റീവിൽ നോക്കിക്കണ്ടുകൊണ്ട് വേണം ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. ബിസിനസ് പ്ലാനിൻ്റെ എലമെൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് ഓഫ് എ ബിസിനസ് പ്ലാൻ ആണ്. നമ്മളൊരു ബിസിനസ് പ്ലാൻ എഴുതാൻ പോവുകയാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് അതിൽ വേണ്ടത്? അതൊരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേജസ് ഉള്ളൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും. അതിൻ്റെ കണ്ടൻറ്റുകൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് വേണ്ടത്? വാട്ട് ആർ ദ കീ എലമെൻറ്റ്സ് ഓഫ് എ ബിസിനസ് പ്ലാൻ? അതാണ് ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിൽ നോക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് ഇൻട്രൊഡക്ടറി പേജാണ്. ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ഭാഗമായി ബിസിനസ് പ്ലാനിൽ ഉണ്ടാവേണ്ടത് ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് നമ്മുടെ ബിസിനസ്? ആരാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്? നമ്മുടെ എൻട്രപ്രണറുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ അതായത് സ്പെഷ്യാലിറ്റി, എന്ത് പ്രോഡക്റ്റാണ് ഓഫർ ചെയ്യുന്നത്, എന്ത് സർവീസാണ് ഓഫർ ചെയ്യുന്നത്, അതിന് എത്രമാത്രം ഫിനാൻസ് വേണം, നമ്മൾ എത്രമാത്രം ഫണ്ടാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഫണ്ട് റിക്വയർമെൻറ്റ് എത്രയാണ്, അങ്ങനെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏറ്റവും ആദ്യം, അതായത് അത് വായിക്കുന്ന സമയത്ത് ആ റീഡർക്ക് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടണം. അങ്ങനെ ആ ബിസിനസ്സിനെ അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പേജാണ് ഇൻട്രൊഡക്ടറി പേജ്. അപ്പോൾ ഇതിൽ വരുന്ന 12 കണ്ടൻറ്റ് വരുന്നുണ്ട് നമ്മുടെ ബിസിനസ് പ്ലാനിൽ. ആ 12 കണ്ടൻറ്റിനെയും ചുരുക്കി നിങ്ങളുടെ പേജ് നമ്പർ 144 ചെറിയ ചെറിയ ബോക്സായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് എക്സ്പ്ലനേഷൻസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. ദെൻ അതിൽ വരുന്ന കീ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കൂടെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി പേജാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പേജിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് എൻട്രപ്രണർ, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻട്രപ്രണറുടെ പേര്, അതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ പേര്, ബിസിനസ്സിൻ്റെ അഡ്രസ്സ്, എൻട്രപ്രണറുടെ അഡ്രസ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വേണം. ദെൻ നാച്ചർ ഓഫ് ബിസിനസ്, നമ്മൾ ഏത് ടൈപ്പ് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ചിലപ്പോൾ മാനുഫാക്ചറിങ് ആയിരിക്കാം, ചിലപ്പോൾ ട്രേഡിങ് ആയിരിക്കാം, ചിലപ്പോൾ സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കാം. അപ്പോൾ ഏത് ടൈപ്പാണ് നമ്മളുടെ ബിസിനസ്, അത് ഈ ഇൻട്രൊഡക്ടറി പേജിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫിനാൻസിങ് റിക്വയർമെൻറ്റ്സ്, എത്രമാത്രം ഫിനാൻസ് ആണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു ലെൻഡറുടെ കയ്യിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഫസ്റ്റ് ആ ഇൻട്രൊഡക്ടറി പേജ് വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും എത്രമാത്രം ഫിനാൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് റിപ്പോർട്ട്, നമ്മളുടെ എൻട്രപ്രണർക്ക് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ, രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ, അത് ആ കോൺഫിഡൻഷ്യാലിറ്റി മാറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന
ആ ഒരു കണ്ടൻറ്റും നമ്മുടെ ഇൻട്രൊഡക്ടറി പേജിലുണ്ടായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു കവർ പേജാണ് ജസ്റ്റ് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന, അതായത് ഒരു ജനറൽ ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടി ഉള്ള കണ്ടൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇൻട്രൊഡക്ടറി പേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷനായിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് സമ്മറിയാണ്. പേരിൽ തന്നെയുണ്ട്, സമ്മറിയാണ്, ചുരുക്കി പറയുന്നു. അപ്പോൾ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി 2-3 പേജിലൊക്കെ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ 2-3 അതിൽ കുറവോ ഒരിക്കലും അതിൽ കൂടുതൽ വരില്ല, അങ്ങനെ ഒരു സമ്മറി ആയിട്ട് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് കൊടുക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ഷനാണ് എക്സിക്യൂട്ടീവ് സമ്മറി. എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുമ്പോൾ അതിൽ നമ്മളൊരു ഔട്ട്ലുക്കാണ് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കണ്ടന്റിൽ എന്താ പറയുന്നത് നോക്കി നോക്കൂ. എ ബ്രീഫ് സമ്മറൈസേഷൻ ഓഫ് ഹോൾ ബിസിനസ് പ്ലാൻ ഇൻ 2 or 3 pages or less. നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മളുടെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർക്ക് ഈ ഒരു സെക്ഷൻ ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നണം. അത്രയും കണ്ടൻറ്റ് നമ്മൾ ഏറ്റവും കൺസൈസ് ആയിട്ട് കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചുരുക്കി നൽകുന്ന ആ ഒരു സെക്ഷനാണ് എക്സിക്യൂട്ടീവ് സമ്മറി. അപ്പോൾ അതിൽ നൽകുന്ന കാര്യങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ബിസിനസ് പ്ലാനിൻ്റെ എക്സിക്യൂട്ടീവ് സമ്മറി. അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിനെ എത്രമാത്രം കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ട പോയിൻറ്റ്സിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സെക്ഷനാണ് എക്സിക്യൂട്ടീവ് സമ്മറി. ദെൻ മൂന്നാമതായി വരുന്നത് ബിസിനസ് പ്ലാനിൻ്റെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി അനാലിസിസ് ആണ്. ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിസിനസ് അത് സ്റ്റേറ്റ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ, നമ്മൾ സ്ഥിതി ചെയ്യുന്ന എൻവയോൺമെൻറ്റിൻ്റെ പ്രത്യേകതകൾ, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഇൻഡസ്ട്രി റിലേറ്റഡ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ഷനാണ് ഇൻഡസ്ട്രി അനാലിസിസ്. നമ്മൾ വ്യക്തമായി വിശകലനം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഗവൺമെൻറ് പോളിസീസാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ലീഗൽ സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ, ചില പ്രത്യേക ബിസിനസ്സുകൾക്ക് പ്രത്യേക പോളിസീസൊക്കെ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അത്തരം എല്ലാ വിശദാംശങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ഷനാണ് ഇൻഡസ്ട്രി അനാലിസിസ്. ഇപ്പോൾ നമുക്കറിയാം MSME എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്രോ സ്മാൾ ബിസിനസ്സുകൾക്ക്, അതായത് ഏത് രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങളാണെങ്കിലും അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പബ്ലിക്കേഷൻസൊക്കെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ നൽകുന്നതിന് നമ്മൾക്ക് ഡാറ്റ അതിൽ നിന്നെല്ലാം കളക്ട് ചെയ്യാം. MSMEയുടെ കീഴിലാണ് നമ്മുടെ സ്ഥാപനം വരുന്നതെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന പബ്ലിക്കേഷൻസ് നോക്കി നമ്മൾക്ക് കണ്ടൻറ്റുകൾ രേഖപ്പെടുത്താം. അതല്ല വേറെ ഏതെങ്കിലും സ്പെഷ്യൽ സോണിൽ വരുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓരോ ഇൻഡസ്ട്രിയെക്കുറിച്ചും വിശദമായ റിപ്പോർട്ടുകൾ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. പലതരം മീഡിയകളിലോ ജേണലുകളിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആ വ്യവസായ മേഖലയെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബിസിനസ് അനാലിസിസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ത്രട്ടുകളെ കുറിച്ചൊക്കെ ഇവിടെ സൂചനകൾ ഉണ്ടായിരിക്കും. ദെൻ അടുത്ത കണ്ടൻറ്റ്, നാലാമത്തെ കണ്ടൻറ്റ്. അപ്പോൾ ഇതിൽ ഇൻഡസ്ട്രി അനാലിസിസിൽ നമ്മൾ മൊത്തത്തിലുള്ള നമ്മൾ നിലനിൽക്കുന്ന മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയാണ് പരിഗണിക്കുന്നത്. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള അനാലിസിസ്, നമ്മൾ ഏത് മാർക്കറ്റ് സെഗ്മെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, ദെൻ ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ് ബിസിനസ് പ്ലാൻ, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ് ഇൻഡസ്ട്രി അനാലിസിസിൽ വരുന്നത്. നാലാമത്തെ സെക്ഷനിൽ അതല്ല, ബിസിനസ് ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെയാണ് അവിടെ വിശദമായി നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും? ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വെഞ്ചർ, മൊത്തത്തിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ളൊരു വിശദീകരണം. ദെൻ യുണീക്നെസ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്,
നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റിന് മറ്റ് കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഡക്റ്റുകളിൽ നിന്നോ സർവീസുകളിൽ നിന്നോ ഉള്ള വ്യത്യസ്തത, നമ്മളായി നിലനിർത്തുന്ന ഒരു യുണീക്നെസ് ഉണ്ടായിരിക്കും. അതെന്താണ് എന്നുള്ളത് സ്പെഷ്യലായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം. ദെൻ സൈസ് ഓഫ് ദ ബിസിനസ്, സ്മാൾ സൈസ് ആണോ, ലാർജ് ബിസിനസ് യൂണിറ്റ് ആണോ, ഏതാണ്, എങ്ങനെയുള്ള പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ സൈസ് കൊടുക്കണം. ദെൻ ഓഫീസ് എക്യുപ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ റിക്വയർമെൻറ്റ്, നമ്മൾക്ക് ആവശ്യമുള്ള അസറ്റുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ പാറ്റൻറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ്, അങ്ങനെയുള്ള കുറേ ടെക്നോളജീസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ് ആൻഡ് നമ്മളുടെ എൻ്റർപ്രണർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെ മൈൽ സ്റ്റോണുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഗോൾസ് ആൻഡ് ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, അതിലേക്കാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൃത്യമായി കൊടുക്കണം, ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. അപ്പോൾ അത് വായിക്കുന്ന ആൾക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടാവാൻ പാടില്ല. ബിസിനസ് എന്തായാലും സക്സസ് ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ദെൻ അഞ്ചാമതായി പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാൻ ആണ്. നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ഏത് സർവീസാണോ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ പോകുന്നതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് റിക്വയർഡ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസൊക്കെ ആവശ്യമുള്ള സങ്കീർണമായ പ്രൊഡക്ഷൻ പ്ലാനൊക്കെ ആണെങ്കിൽ അത്തരം മെഷീനറി, എന്തൊക്കെ മെഷീനറിയാണ് നമ്മൾക്ക് ആവശ്യമായി വരുന്നത്, എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വരും, നമ്മൾ എന്തെല്ലാം കോൺട്രാക്റ്റുകളിലാണ് ഏർപ്പെടേണ്ടി വരുന്നത്. ഇപ്പോൾ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസൊക്കെ ആണെങ്കിൽ നമ്മൾ സപ്ലയേഴ്സുമായിട്ടൊക്കെ പലതരം കോൺട്രാക്റ്റ് ഉണ്ടാവും. ഒരേ കോൺട്രാക്റ്റിൻ്റെ കീഴിൽ സബ് കോൺട്രാക്റ്റുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കോസ്റ്റ്, എത്രമാത്രം കോസ്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ തരം റോ മെറ്റീരിയൽസ് ആണ് വേണ്ടത്, അത് ഏതൊക്കെ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾക്ക് കളക്ട് ചെയ്യാൻ സൗകര്യമുള്ളത്, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അവരുടെ അഡ്രസ്സ് എന്താണ്, കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് എത്രയാണ് വരുന്നത്, അങ്ങനെ പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഈവൻ നമ്മളുടെ സപ്ലയേഴ്സിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് ഉൾപ്പെടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെക്ഷനാണ് പ്രൊഡക്ഷൻ പ്ലാൻ. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുകയാണ് ഇതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. ദെൻ പ്രൊഡക്ഷൻ പ്ലാൻ കഴിഞ്ഞാൽ ആറാമത്തെ സെക്ഷനായിട്ട് വരുന്നത് ഓപ്പറേഷൻസ് പ്ലാൻ ആണ്. നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടത്തേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ടെക്നോളജി യൂട്ടിലൈസേഷൻ, എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം, ഐഡൻറ്റിഫൈ ലൊക്കേഷൻ ആൻഡ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മൾക്ക് ആവശ്യമായ ഗുഡ്സ് ആൻഡ് സർവീസസ് ഏത് രീതിയിലാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്, നമ്മളുടെ പ്രൊഡക്റ്റ് ഏതൊക്കെ റൂട്ടിലൂടെ ആരിലേക്കൊക്കെയാണ് എത്തിക്കേണ്ടത്. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് കമ്പനീസ് ഓപ്പറേഷൻ, നമ്മളുടെ കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ക്രോണോളജിക്കൽ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്, നമ്മുടെ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അത്തരം ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ഷനാണ് ഓപ്പറേഷൻസ് പ്ലാൻ. ബിസിനസ് പ്ലാനിൽ ഓപ്പറേഷൻസ് പ്ലാൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിംഗ് പ്ലാനാണ്. ഓപ്പറേഷൻസ് പ്ലാനിൽ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് ആ പ്രോഡക്ട്സിൻ്റെ ഫ്ലോ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ മാർക്കറ്റിംഗ് പ്ലാനിൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്, അതിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടൻറ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന എലമെൻറ്റ്സ്, ഡീറ്റെയിൽഡ് എലമെൻറ്റ്സ് ആണ് പറയുന്നത്. പ്രോഡക്റ്റ് പാക്കേജിങ്, ലേബലിംഗ് ആൻഡ് ബ്രാൻഡിങ്, പ്രോഡക്റ്റിന് എങ്ങനെയുള്ള ഡിസൈൻ വേണം, ഏത് ക്വാണ്ടിറ്റി വേണം, ഏത് കളറ് വേണം, ഏതൊക്കെ രീതിയിലുള്ള ലേബലുകളാണ് സെറ്റ് ചെയ്യേണ്ടത്, അതിലെ കണ്ടൻറ്റുകൾ എന്തൊക്കെയായിരിക്കണം, ബ്രാൻഡ്, ട്രേഡ് മാർക്ക് വേണോ, ബ്രാൻഡ് മാർക്ക്, ബ്രാൻഡിൻ്റെ കണ്ടൻറ്റ്, ആ രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും
ഡിസ്ട്രിബ്യൂഷനും പ്രൈസിങ്ങും പ്രൊമോഷനും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലാനാണ് മാർക്കറ്റിംഗ് പ്ലാൻ. പിന്നെ വരുന്നത് പ്രൈസിങ് സ്ട്രാറ്റജി. സ്കിമ്മിങ് പോളിസി വേണോ അതോ പെനിട്രേഷൻ വേണോ, ഏത് രീതിയിലുള്ള ഗോയിങ് റേറ്റ് പ്രൈസിങ് ആണോ വേണ്ടത്, അങ്ങനെ പ്രൈസിങ് പോളിസിയെ കുറിച്ചിട്ടുള്ള സൂചനകൾ ഉണ്ടായിരിക്കും. ദെൻ പ്രൊമോഷൻ, അഡ്വർടൈസിങ് ആൻഡ് സെല്ലിംഗ്. ഏതൊക്കെ രീതിയിലുള്ള പരസ്യങ്ങളാണ്, എത്രമാത്രം പ്രൊമോഷൻ കൊടുക്കണം, ഗിഫ്റ്റുകൾ കൊടുക്കണോ, ഡിസ്കൗണ്ട് കൊടുക്കണോ, ഏതെങ്കിലും കോംബോ ഓഫറുകൾ കൊടുക്കണോ, അങ്ങനെയുള്ള പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ദെൻ പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഏത് രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്, 0 ലെവലാണോ 1 ലെവലാണോ, പലതരത്തിലുള്ള ചാനലുകളുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ഡയറക്റ്റ് ടു കൺസ്യൂമർ വേണോ, എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ നമ്മളുടെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഏത് രീതിയിൽ നമ്മുടെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ എത്തിച്ച് ആളുകളുടെ കയ്യിൽ എത്തിക്കണം, എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് പ്ലാൻ. ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. നമ്മൾക്ക് എത്രമാത്രം ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ട്, ടെക്നിക്കലി നോഹൗ ആവശ്യമുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയ ആളുകളെ ആവശ്യമുണ്ടായിരിക്കും, ഓർഡിനറി ലേബർ ഫോഴ്സ് വേണ്ടിവരും. അപ്പോൾ ഓരോ സ്ഥാപനവും തുടങ്ങുന്ന സമയത്ത് ബിസിനസ് പ്ലാൻ അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മിനിമം വർക്ക് ഫോഴ്സിനെയാണ് അവർ എംപ്ലോയ് ചെയ്യാറുള്ളത്. പിന്നീട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഇവാലുവേറ്റ് ചെയ്ത് ഗ്രോത്തിനനുസരിച്ച് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ഇൻക്രീസ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എത്രമാത്രം വർക്ക് ഫോഴ്സാണ് തുടങ്ങുന്ന സമയത്ത് വേണ്ടത്, അവരുടെ പേയ്മെൻറ്റ്, അവർക്ക് നൽകുന്ന സേവനങ്ങൾ, അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിലുണ്ടാവും. അതായത് എസ്റ്റിമേറ്റ് മാൻ പവർ റിക്വയർമെൻറ്റ്, ആവശ്യമുള്ള മാൻ പവർ എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. ഓരോരുത്തർക്കും എന്തൊക്കെ രീതിയിലുള്ള വർക്കുകളാണ് അസൈൻ ചെയ്യേണ്ടത്, എത്ര എംപ്ലോയീസാണ് നമ്മുടെ ബിസിനസ് മിനിമം റൺ ചെയ്ത് കൊണ്ടുപോകാൻ മിനിമം എത്ര എംപ്ലോയീസാണ് ആവശ്യമുള്ളത്, അവരെ ഡീൽ ചെയ്യുന്ന HR പോളിസി എങ്ങനെയായിരിക്കണം, ആ രീതിയിലുള്ള എല്ലാ വിശദാംശങ്ങളും, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് റിലേറ്റഡ് പോളിസീസ് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. അപ്പോൾ നമുക്ക് അത് വായിച്ചു നോക്കുന്ന ആൾക്ക് അറിയാം, ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ സ്റ്റാഫിനൊക്കെ നമ്മൾക്ക് അവിടെ സ്കോപ്പ് ഉണ്ടോ, ആ ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള പോസിബിലിറ്റി എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ പെർഫോമൻസ് അപ്രൈസൽ ഡീറ്റെയിൽസും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ 9ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ പ്ലാൻ ആണ്. ഓർഗനൈസേഷണൽ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്ഥാപനം ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണോ, പാർട്ട്ണർഷിപ്പാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അങ്ങനെ ലാർജ് സ്കെയിൽ ഫോർമാറ്റിൽ വരുന്നതാണോ, നമ്മളുടെ ഓർഗനൈസേഷണൽ ഹൈറാർക്കി ലെവൽ എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് ലൈൻ ഓഫ് അതോറിറ്റി പോകുന്നത്, ഓരോ ഓണേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആ ഓണേഴ്സിൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സായി വരുന്ന ആളുകളുണ്ടാവും, കോ ഓണേഴ്സ്, അവർക്കൊക്കെ വരുന്ന റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അവരുടെ റോൾ എന്താണ്, അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഓർഗനൈസേഷണൽ പ്ലാൻ. നമ്മളുടെ ഓർഗനൈസേഷണൽ ലേ ഔട്ട് ആൻഡ് ലൈൻ ഓഫ് അതോറിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കണ്ടന്റിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കി നോക്കൂ. ഫോം ഓഫ് ഓണർഷിപ്പ്, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്, മാനേജ്മെൻറ്റ് ടീം ആൻഡ് കീ പേഴ്സണൽ, ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓർഗനൈസേഷണൽ പ്ലാൻ. ദെൻ 10ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് അസസ്മെൻറ്റ് ഓഫ് റിസ്ക് ആണ്. നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന ത്രെട്ടുകൾ, പലതരത്തിലുള്ള റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇൻറ്റേർണൽ റിസ്കുകളും ഉണ്ടാവും, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഫേസ് ചെയ്യുന്ന റിസ്കുകളും ഉണ്ടാവും. അപ്പോൾ ആ റിസ്കുകളെ നമ്മൾക്ക് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ ഇപ്പോൾ കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് വീക്ക്നെസ്, നമ്മളുടെ സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ദെൻ കണ്ടിൻജൻസി പ്ലാനുകൾ, നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്ലാനാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ദെൻ ഒബ്സ്റ്റാക്കിൾസ് ആൻഡ് റിസ്ക്, നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, ഫിനാൻഷ്യലി ഉണ്ടായിരിക്കും, അതുപോലെ ഫിനാൻഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ റിസ്ക് എലമെൻറ്റ്സ്, ഇപ്പോൾ മേജർ റിസ്ക് ക്യാൻ ബി എന്തൊക്കെയാണ്, കോമ്പറ്റേറ്റേഴ്സ് മൂവ്,
അതുപോലെ വീക്ക്നെസ് ഇൻ ദ മാർക്കറ്റിംഗ് സെക്ഷനിൽ നമ്മൾക്ക് വരുന്ന വീക്ക്നെസ്സുകൾ, നമ്മളുടെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന മത്സരങ്ങൾ, ഭീഷണികൾ, അവരുടെ സ്ട്രാറ്റജീസൊക്കെ നമുക്ക് പല രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യും. ദെൻ പ്രൊഡക്ഷൻ ഓർ മാനേജ്മെൻറ്റ് ടീം ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ്, നമ്മൾ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മാനേജ്മെൻറ്റിൻ്റെ പോളിസികൾ മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു എൻ്റർപ്രണർ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ പോസിബിൾ റിസ്കുകളെയും നമ്മൾ ഏത് സെക്ഷനിൽ ഡിസ്ക്ലോസ് ചെയ്യണം? അസസ്മെൻറ്റ് ഓഫ് റിസ്ക് എന്നുള്ള സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ നമ്മൾക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നുകൂടി നമ്മൾക്ക് അതിൽ തെളിയിക്കാൻ കഴിയണം. ദെൻ അടുത്തതായി വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ ആ ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെയാണ്, എത്രമാത്രം ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്. അപ്പോൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദെൻ ബ്രേക്ക് ഈവൻ അനാലിസിസ്, ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ്, സോഴ്സ് ഓഫ് ഫണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അസംഷൻസ്. അങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ലാഭം അല്ലെങ്കിൽ റവന്യൂ, അതിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന കോസ്റ്റുകൾ, പ്രധാനമായും ആദ്യത്തെ ഒരു 3 വർഷത്തെയെങ്കിലും കോസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായി അതിൽ ഡിപിക്റ്റ് ചെയ്യണം. അതിൽ ആദ്യത്തെ വർഷത്തേക്ക് നമ്മൾ ഓരോ മന്തിൻ്റെയും ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. കാരണം എത്രമാത്രം ഫണ്ട് നമ്മൾക്ക് ആവശ്യമായി വരും, ആ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണ്, നമ്മളുടെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടൻ്റാണ് നമ്മളുടെ ബിസിനസ് പ്ലാനിൻ്റെ 10ാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ. ദെൻ ഒരു ബിസിനസ് പ്ലാനിൻ്റെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ട് വരുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനും കൂടെ കഴിഞ്ഞാൽ നമ്മൾ 11 ഫിനാൻഷ്യൽ പ്ലാൻ, 12 അപ്പൻഡിക്സ് ആണ്. അപ്പൻഡിക്സ് എന്ന് പറയുമ്പോൾ ബാക്കപ്പ് മെറ്റീരിയൽസ് ഉണ്ടാവും. ബിസിനസ് പ്ലാനിൻ്റെ കണ്ടൻറ്റുകളുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചില സബ്സിഡിയറി ഡോക്യുമെൻറ്റുകൾ ഉണ്ടാവും. അത് ബിസിനസ് പ്ലാനിൻ്റെ സെക്ഷൻ അല്ല, എന്നാൽ അതിൽ വരുന്ന ചില പാർട്ടീസ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില മാറ്റേഴ്സുമായി കണക്ഷൻ വരുന്ന ചില ഡോക്യുമെൻറ്റുകളായിരിക്കും. അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പലതരം ലെറ്റേഴ്സ്, റെഫറൻസ് ഡോക്യുമെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ലെറ്റേഴ്സ് ഫ്രം കസ്റ്റമേഴ്സ്, ലെറ്റേഴ്സ് ഫ്രം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സബ് കോൺട്രാക്ടേഴ്സ്, കോപ്പീസ് ഓഫ് ഡോക്യുമെൻറ്റ് റിലേറ്റിംഗ് ടു ഇൻകോർപ്പറേഷൻ, വാരിയസ് പെർമിറ്റ് ആൻഡ് ഗ്രാൻഡ്, അങ്ങനെയുള്ള പലതരം ഡോക്യുമെൻറ്റുകൾ, IPRുമായി റിലേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ, ഗ്രാഫിക്കൽ ലേഔട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്, അങ്ങനെ നമ്മളുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയ ഡോക്യുമെൻറ്റ്സ് ആണ്. എന്നാൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, പ്ലാനിൻ്റെ ഉള്ളിൽ വെക്കാൻ മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ പ്ലാനിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് പോലെ ലാസ്റ്റ് സെക്ഷനായി കൊടുക്കുന്നതാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്ന ബാക്കപ്പ് മെറ്റീരിയൽസ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഡോക്യുമെൻറ്റ്സ് തന്നെയാണ്. അതിൽ ലെറ്റേഴ്സ്, മാർക്കറ്റ് റിസർച്ച് ഡാറ്റ, ലീസ് ആൻഡ് കോൺട്രാക്റ്റ്, പ്രൈസ് ഫ്രം സപ്ലയേഴ്സ്, അങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെയാണ് അപ്പൻഡിക്സിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് ഓഫ് ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ കണ്ടൻറ്റും എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് ബിസിനസ് നെയിം ആൻഡ് അഡ്രസ്, ദെൻ പ്രൊപ്രൈറ്റേഴ്സ് നെയിം ആൻഡ് അഡ്രസ്, ബിസിനസ് ഫോം, ബിസിനസ് ആക്ടിവിറ്റി, എയിംസ്, ഒബ്ജക്റ്റീവ്സ്, മാർക്കറ്റ് സൈസ് ആൻഡ് ഗ്രോത്ത്, കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ ഒരു ഷെഡ്യൂളായിട്ട് ഒരു പട്ടികയായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ കണ്ടൻറ്റുകൾ 17 എണ്ണമൊക്കെ വരുന്നുണ്ട്. നമ്പർ ഇട്ടുകൊണ്ട് പ്രപ്പോസ്ഡ് കസ്റ്റമേഴ്സ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, പിന്നെ ലാസ്റ്റിൽ ഫോർകാസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതൊക്കെ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ സെക്ഷൻസായി വരുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ലാസ്റ്റിൽ നമ്മൾക്ക് എന്തെങ്കിലും ലെറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് പ്ലാനിൻ്റെ കണ്ടൻറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ 12 കണ്ടൻറ്റും എഴുതണം. സാധാരണയായി എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് കണ്ടൻറ്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ റൈറ്റ് എ ബിസിനസ് പ്ലാൻ എന്നുള്ളത്. ദെൻ നമ്മളുടെ ഈ യൂണിറ്റിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, DPR എന്ന് നമ്മൾ പറയുന്നത്.
ഇപ്പോൾ ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷനെ കുറിച്ചും ബിസിനസ് പ്ലാൻ കണ്ടൻസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെക്നോ ഇക്കണോമിക് ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് പോലെയാണ്. അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഫീസിബിലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ എത്തിയതിന് ശേഷം നമ്മുടെ പ്രൊജക്റ്റ് ആക്സെപ്റ്റബിൾ ആണ്, നമ്മൾക്ക് ഈ ബിസിനസ് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ വിശദമായി നമ്മളുടെ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ദിസ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു submit to bankers, investors and other related persons of our business. നമ്മൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്ന ബാങ്കേഴ്സിന് അല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അവർക്കെല്ലാം നമ്മൾ ഇതിൻ്റെ ഓരോ കോപ്പീസ് കൊടുക്കും. അതായത് നമ്മളുടെ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റാണോ ഏത് സർവീസാണോ മാർക്കറ്റിൽ ഓഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിന് എന്തൊക്കെയാണ് സവിശേഷതകൾ, നമ്മൾ എത്രമാത്രം ഫീസിബിലിറ്റി അതിനെ എൻഷുർ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് DPR അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇവിടെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തതിന് ശേഷമാണ്. നമ്മളുടെ ബിസിനസ് പ്ലാൻ കൃത്യമായി അതൊരു സക്സസ്ഫുൾ പ്ലാനാണ് എന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്ന ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ആസ്പെക്ട്സ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, മാർക്കറ്റിംഗ്, മാനേജ്മെൻറ്റ് ആൻഡ് സോഷ്യൽ, ഇത്രയും ആസ്പെക്ട്സ് കവർ ചെയ്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ നമ്മളുടെ എല്ലാ ഫീസിബിലിറ്റി സ്റ്റഡീസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഏകദേശം 10 കണ്ടൻറ്റാണ്. ഫസ്റ്റ് വൺ, ജനറൽ ഇൻഫർമേഷൻ അബൌട്ട് എൻ്റർപ്രണേഴ്സ്. ദെൻ ഇൻട്രൊഡക്ഷൻ ടു പ്രോജക്റ്റ് ആൻഡ് ഇൻഡസ്ട്രി, പ്രോജക്റ്റ് ഡീറ്റെയിൽസ്, raw material details, utilities details, manpower details, technical details, financial details, market details and last one project evaluation അല്ലെങ്കിൽ social angle. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ആസ്പെക്ട്സ് എല്ലാം ഈ കണ്ടന്റിൽ വന്നു. നമ്മളുടെ ബിസിനസ്സിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടന്റ് നോക്കി നോക്കൂ, അതിൽ നമ്മൾ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ. ഫസ്റ്റ് കണ്ടന്റിൽ നമ്മൾ പറഞ്ഞത് ജനറൽ ഇൻഫർമേഷൻ അബൌട്ട് ദ എൻ്റർപ്രണേഴ്സ്. നമ്മൾ ഇൻട്രൊഡക്ടറി പേജ് പറഞ്ഞില്ലേ ബിസിനസ് പ്ലാനിൽ, ഏകദേശം അതേപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ എൻ്റർപ്രണർ, contact information, date of birth and age, education and professional qualification, special and vocational training, qualities, skill, value, attitude and aptitude of the entrepreneur, family background. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് നമ്മൾ പറയില്ലേ എൻ്റർപ്രണേഴ്സിനെ കുറിച്ചും സ്ഥാപനത്തിനെ കുറിച്ചും എല്ലാ വിശദാംശങ്ങളും, അതിൽ എൻ്റർപ്രണറിനെ കുറിച്ചിട്ടുള്ള മൊത്തം ഡീറ്റെയിൽസാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് ഫസ്റ്റ് കണ്ടൻ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ കണ്ടൻറ്റിലാണ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ആദ്യത്തതിൽ എൻ്റർപ്രണറിൻ്റെ ഡീറ്റെയിൽസ് മാത്രം, രണ്ടാമത്തെ കണ്ടൻറ്റിൽ നമ്മളുടെ പ്രൊജക്റ്റിനെ കുറിച്ചും നമ്മളുടെ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ്. അതായത് ഇൻഡസ്ട്രി പൊസിഷൻ ഇൻ ദ വേൾഡ് സിനാരിയോ, ഇൻഡസ്ട്രി പൊസിഷൻ ഇൻ ദ കൺട്രി, വാല്യൂ അഡീഷൻ ബൈ ദ ഇൻഡസ്ട്രി, then profile of the industry in the country, description of product selected. നമ്മളുടെ പ്രൊജക്റ്റും അതുപോലെ തന്നെ ആ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, അതിൻ്റെ പൊസിഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിലുകളാണ് രണ്ടാമത്തെ കണ്ടൻ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത് പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും, അതിൻ്റെ പ്രൊമോട്ടേഴ്സ്, രജിസ്റ്റേർഡ് ഓഫീസർ, ലൊക്കേഷൻ ഓഫ് ദ ഫാക്ടറി, ലൈൻ ഓഫ് ആക്ടിവിറ്റി, ബാക്ക്ഗ്രൗണ്ട് ഓഫ് അതർ ഡയറക്ടേഴ്സ്, സ്കീം ഓഫ് പ്രൊജക്റ്റ്, എല്ലാ ഡീറ്റെയിൽസും, ബിൽഡിങ്, സിവിൽ വർക്ക്, ഡെപ്പോസിറ്റ്, ടെക്നിക്കൽ നോഹൗ, വെഹിക്കിൾസ്, ഏകദേശം 21 കണ്ടന്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ മൂന്നാമത്തെ പ്രൊജക്റ്റ് ഡീറ്റെയിൽസിൽ ഈ 21 ഡീറ്റെയിലിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്.
ദെൻ നാലാമത്തെ കണ്ടൻ്റാണ് റോ മെറ്റീരിയൽ ഡീറ്റെയിൽസ്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ്ങോ നോൺ മാനുഫാക്ചറിങ്ങോ ബിസിനസ് നാച്ചർ അനുസരിച്ച് പല പ്രോസസ്സുകൾ ഉണ്ടാവും. അതിലേക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. റിക്വയർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ, സിറ്റുവേഷൻ ഓഫ് റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, ഫീസിബിലിറ്റി ഓഫ് ഇമ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽ. ചിലപ്പോൾ ഇറക്കുമതി ചെയ്യുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി, പിന്നെ എവിടെ നിന്നൊക്കെയാണ് ഏരിയാസ് വേർ വി പ്രൊക്യൂർ റോ മെറ്റീരിയൽ നമ്മൾക്ക് കിട്ടുന്നത്, പിന്നെ സപ്ലയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽ, ആനുവൽ റിക്വയർമെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, വെറൈറ്റീസ്, കോസ്റ്റ്, ലിങ്കേജ് വിത്ത് സപ്ലയേഴ്സ്. അങ്ങനെ റോ മെറ്റീരിയലുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ കണ്ടൻറ്റും അതിൽ നമ്മൾ ഡീറ്റെയിൽസ് ആക്കി കൊടുക്കുന്നു. ദെൻ അഞ്ചാമത്തെ കണ്ടൻറ്റ് യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് ആണ്. യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ സർവീസുകളാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ എൻഡ് പ്രൊഡക്റ്റിൻ്റെ ഭാഗമായി വരുന്ന സർവീസുകൾ ഏതൊക്കെയാണ്. അതായത് പവർ, സ്റ്റീം, കംപ്രസ്ഡ് എയർ, ഫ്യൂവല്, വാട്ടർ, ചിൽഡ് വാട്ടർ, എഫ്ലുവൻ്റ് ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ. അത്തരം ഡീറ്റെയിൽസാണ് അഞ്ചാമത്തെ കണ്ടൻ്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റി കണ്ടൻറ്റ്. ദെൻ ആറാമതായി വരുന്നത് മാൻ പവർ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ബിസിനസ് പ്ലാനിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതന്നെ മാൻ പവർ ഡീറ്റെയിൽസ്. അതായത് മാൻ പവർ റിക്വയർമെൻറ്റ് എത്രയാണ്, ഓർഗനൈസേഷൻ ചാർട്ട് എങ്ങനെയാണ് വരുന്നത്, ലൈൻ ഓഫ് അതോറിറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ അവൈലബിലിറ്റി ഓഫ് മാൻ പവർ, ടോട്ടൽ കോസ്റ്റ് ഓഫ് മാൻ പവർ, അവർക്ക് വേജസ് ആയിട്ടും മറ്റ് ഇൻസെൻറ്റീവ്സ് ആയിട്ടും അവർക്ക് നൽകുന്ന നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിട്ടും ഒക്കെ നമ്മൾക്ക് പേയ്മെൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ലേബർ എത്രയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഏതാ, ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ്. ഏഴാമത്തെ കണ്ടൻ്റായിട്ട് വരുന്നത് ടെക്നിക്കൽ ഡീറ്റെയിൽസ്. ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോ ഹൗ, സാങ്കേതിക വിദ്യകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി എത്രയാണ്, എത്ര കപ്പാസിറ്റിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഫ്ലോ ചാർട്ടൊക്കെ. ദെൻ പ്ലാന്റ് ലേ ഔട്ട് എങ്ങനെയാണ്, പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെ പ്രൊഡക്റ്റിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പാക്കിംഗ് ആൻഡ് ഇറ്റ്സ് കോസ്റ്റ്, ടെക്നിക്കൽ നോ ഹൗ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഡീറ്റെയിൽ, പ്ലാന്റ് ആൻഡ് മെഷീനറി സപ്ലയേഴ്സ്. അത്രയും ഡീറ്റെയിൽസ് ആണ് ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ എട്ടാമതായി വരുന്നത് ഫിനാൻഷ്യൽ ഡീറ്റെയിൽ ആണ്. നമ്മൾക്കറിയാം ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. അപ്പോൾ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിൽ വരുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓരോ ഇൻഡിവിജ്വൽ കോസ്റ്റ് ഐറ്റവും വേണം. ദെൻ മീൻസ് ഓഫ് ഫിനാൻസ്, എങ്ങനെയാണ് നമ്മൾ ഫണ്ട് നേടിയെടുക്കുന്നത്, അസംഷൻസ് മെയ്ഡ് ഇൻ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്, എസ്റ്റിമേറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, എസ്റ്റിമേറ്റഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്. പിന്നെ ഓരോന്നും ഫിനാൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന, അപ്പോൾ നോക്കി നോക്കൂ, ബ്രേക്ക് ഈവൺ അനാലിസിസ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേഷൻ, പേ ബാക്ക് പീരിയഡ് കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ അതിൻ്റെ ആ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാണ്. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ടു കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്, വർക്കിംഗ്സ് ഓർ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്, പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ടോട്ടൽ ഇക്വിറ്റി. അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണി എന്ന് പറയുന്ന ആ ക്യാപിറ്റൽ എലമെൻറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ഷനാണ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഇത് വിശദമായി കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ബാങ്കുകളിൽ കാണിക്കുകയാണെങ്കിലും എല്ലാം അവർക്ക് നമ്മളുടെ ഫീസിബിലിറ്റി ഇത് നോക്കിയാൽ ഉറപ്പുവരുത്താൻ കഴിയും. പിന്നെ വരുന്നത് ഏതാ, മാർക്കറ്റിംഗ് അനാലിസിസ് ആണ്. മാർക്കറ്റിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ്, എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്, അവർക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഏതാണ്, അങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് മാർക്കറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. അതിലേതൊക്കെയാണ് വരിക, പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി, ഇപ്പോൾ നമ്മളുടെ കറൻറ്റ് പൊസിഷൻ എങ്ങനെയാണ്. ദെൻ കൺസ്യൂമർ പ്രിഫറൻസസ്, നമ്മളുടെ ഉപഭോക്താക്കളുടെ മാറി വരുന്ന ടേസ്റ്റുകൾ, പ്രിഫറൻസുകൾ, അവരുടെ താല്പര്യങ്ങൾ. ദെൻ മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ്, നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ മാർക്കറ്റിലെ ഡിമാൻഡ് എന്താണ്, പ്രസൻറ്റ് സ്റ്റേജ് എന്താണ്, അതിൻ്റെ വിശദാംശങ്ങൾ. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, നമ്മൾ പ്രോഡക്റ്റ് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയാണ്
എത്തിക്കുന്നത്. ആ ചാനലിൻ്റെ വിശദാംശങ്ങൾ 0 ലെവൽ 1 ലെവൽ എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ടു കസ്റ്റമർ, അങ്ങനെ ഏത് പോളിസി വേണമെങ്കിൽ നമുക്ക് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. ദെൻ എക്സ്പോർട്ട് പ്രോസ്പെക്ട്സ്, നമ്മുടെ പ്രൊഡക്റ്റിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ, അത് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യണം. മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് അറേഞ്ച്മെൻറ്റ്സ്, അത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ മാർക്കറ്റിംഗ് ഡീറ്റെയിൽസിൽ വരുന്ന ഡാറ്റയാണ് നമ്മൾ പറഞ്ഞത് കണ്ടൻസ്. പിന്നെ വരുന്നത് ഏതാ, പ്രോജക്റ്റ് ഇവാലുവേഷൻ, സോഷ്യൽ ആംഗിൾ. നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെ ആസ്പെക്റ്റ് ആണ് കവർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരു സോഷ്യൽ ആസ്പെക്റ്റ് വരുന്നുണ്ട്. ആ ഭാഗമാണ് ഇവിടെ വരുന്നത്. അതായത് അനാലിസിസ് ഓഫ് ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യോ ഇക്കണോമിക് ബെനിഫിറ്റ്, നമ്മളുടെ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സൊസൈറ്റി ഉണ്ട്, അപ്പോൾ അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ആംഗിളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലേബർ അവൈലബിലിറ്റി എത്രയാണ്, ഇമ്പാക്റ്റ് ഓൺ ഇക്കോളജി എങ്ങനെയാണ് വരുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് എങ്ങനെയാണ്, വാല്യൂ അഡീഷൻ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ടെക്നോളജി അബ്സോർപ്ഷൻ, അത്രയും വിശദാംശങ്ങൾ നമ്മളുടെ ബിസിനസ് സ്റ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സോഷ്യൽ ആസ്പെക്റ്റിൽ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിനെ നോക്കിക്കാണുന്നു. അങ്ങനെ 10 കണ്ടൻറ്റുകളാണ് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ, ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് മിക്കവാറും ചില കേസുകളിൽ എൻ്റർപ്രണർ തന്നെ പ്രിപ്പയർ ചെയ്യും. അതല്ല നമ്മൾക്ക് എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് ഔട്ട്സൈഡ് ഏജൻസികളെ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടിയും നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതിലൊരു പ്രൊഫോമ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രൊഫോമ. നമ്മൾ ബിസിനസ് പ്ലാൻ കൊടുക്കുന്നത് പോലെ തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രൊഫോമയിൽ ഓരോ കണ്ടൻറ്റും ഏറ്റവും ആദ്യം നോക്കി നോക്കൂ, പ്രോജക്റ്റ് റിപ്പോർട്ട് ഫോർ ദ മാനുഫാക്ചർ ഓഫ്, ഏത് പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ എൻ്റർപ്രൈസിനെ കുറിച്ചും എൻ്റർപ്രണേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽസ് കൊടുക്കുന്നു. നെയിം ഓഫ് ദ ഐറ്റം ഓർ ഐറ്റംസ്, ആ പ്രോഡക്റ്റ് എന്താണ്, നെയിം ഓഫ് ദ യൂണിറ്റ്സ് ആൻഡ് അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ, ഓഫീസ്, ഫാക്ടറി, ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പ്രൊമോട്ടേഴ്സ്, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടി വർക്ക് ചെയ്തവരുടെ പേര്, അതൊക്കെ ബ്ലോക്ക് ലെറ്റേഴ്സിൽ കൊടുക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം, അതായത് പ്രൊപ്രൈറ്ററി ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ അതായത് അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ, നമ്മുടെ എൻ്റർപ്രണറുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, പേരും ക്വാളിഫിക്കേഷൻസും കൊടുക്കുക. ദെൻ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ, അത് ഇൻക്ലൂഡ് ചെയ്യണം. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ലൊക്കേഷൻ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ബാങ്ക്, ഏത് ബാങ്കുമായിട്ടാണ് നമ്മൾ ബിസിനസ് ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ബാങ്കിൻ്റെ പേര്. പിന്നെ ഇക്കണോമിക് വയബിലിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി, അതിൽ ഇൻട്രൊഡക്ഷൻ. ദെൻ ടെക്നിക്കൽ ഫീസിബിലിറ്റി, അതിൽ ഓരോ പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം, നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, ആ കോമ്പോണൻസിൻ്റെ വിശദാംശങ്ങൾ വേണം. പിന്നെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണ്, ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കപ്പാസിറ്റി എത്രയാണ്, അതിന് എത്ര മോട്ടീവ് പവർ റിക്വയർമെൻ്റ് ആണുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ടേബിളായിട്ട് കൊടുക്കണം. പിന്നെ വരുന്നത് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, ഇൻഗ്രീഡിയൻസ്, അത് ഇമ്പോർട്ടഡ് ആണോ, എത്ര ക്വാണ്ടിറ്റി, പ്രൈസ്, സെയിൽസ് ടാക്സ്, ഇൻസ്റ്റലേഷൻ. പിന്നെ വരുന്നത് ടെസ്റ്റിംഗ് എക്യുപ്മെൻ്റ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, ഓരോന്നും ഉണ്ട്, കോസ്റ്റ് ഓഫ് ടൂൾസ്, കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, അതിൽ പെർ മന്താണ് കൊടുക്കുന്നത്. സ്റ്റാഫ് ആൻഡ് ലേബർ, അതിൽ സ്റ്റാഫ് ആൻഡ് ലേബറിൽ തന്നെ ടെക്നിക്കൽ, ഓഫീസ്, സെയിൽസ്, അതേഴ്സ്, അവരുടെ സാലറീസ് പെർ മന്ത്, അവർക്ക് നൽകുന്ന പെർക്വിസിറ്റ്സ്, അത് 10 to 20% അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ അവർക്ക് ടോട്ടൽ സാലറി എങ്ങനെയാണ് വരുന്നത്. പിന്നെ ഓരോ സിംഗിൾ ഷിഫ്റ്റിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മളുടെ റോ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് കൊടുക്കണം. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും, ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ ഇയർ എത്രയാണ്, ടേൺ ഓവർ പെർ ഇയർ എത്രയാണ്, അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് പ്രോഫിറ്റ് പെർ ഇയർ എത്രയാണ്, ഫിനാൻഷ്യൽ അസസ്മെൻറ്റ് നടത്തണം, അതിൽ ഡിപ്രീസിയേഷൻ, റെൻറ്റ്,
ഇൻട്രസ്റ്റ് ഓൺ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ 40% ഓഫ് സാലറി ആൻഡ് വേജസ്, അങ്ങനെ എല്ലാം ഫിനാൻഷ്യൽ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് റിട്ടേൺ ഓൺ സെയിൽസ് നോക്കണം, റേറ്റ് ഓഫ് റിട്ടേൺ നോക്കണം, ബ്രേക്ക് ഈവൻ പോയിന്റ് നോക്കണം. അങ്ങനെ ഫിനാൻഷ്യൽ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സപ്ലയേഴ്സ്, റോ മെറ്റീരിയൽസ് ആൻഡ് മെഷീനറിയുടെ. അപ്പോൾ ഒരു ബിസിനസ് പ്രോജക്റ്റ്, ആ ബിസിനസ്സിൽ അവർ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അസറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചിലവുകളാണ് പ്രതീക്ഷിക്കുന്നത്, ഏകദേശം എത്ര വരുമാനം എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായ ഡാറ്റയാണ് കേട്ടോ. വെറുതെ നമ്മൾ ഊഹക്കണക്ക് പറയല്ല, വ്യക്തമായ എമൗണ്ടുകളിൽ ക്ലിയറായി നമ്മൾ എഴുതി വയ്ക്കുന്ന വിശദമായ നമ്മളുടെ വർക്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. അപ്പോൾ ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷനിൽ പ്ലാൻ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യും, ദെൻ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തിക്കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലാണ് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്.